കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോയ ചരക്ക് കപ്പലിന് തീപിടിച്ചു. അപകടം അഴീക്കൽ തീരത്ത് നിന്ന് 40 നോട്ടിക്കൽ മൈൽ അകലെ. തീപിടിച്ചത് MV വാൻഹായ് 503 എന്ന ചരക്ക് കപ്പലിന്. കപ്പലിൽ ആകെ 22 ജീവനക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. 18 പേർ കടലിലേക്ക് ചാടി, 4 പേരെ കാണാനില്ല, 5 പേർക്ക് പരിക്ക്. രക്ഷാപ്രവർത്തനം ഇന്നത്തേക്ക് താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ചേതനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. ചേതൻ, എന്തായാലും ഇന്നത്തെ രക്ഷാ ദൗത്യം ഇത് അവസാനിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ചേതൻ ഇപ്പോൾ മംഗളൂരുവിൽ എത്തിയിരിക്കുകയാണ്. ഈ 18 പേരെയും INS സൂറത്തിലാണ് മംഗളൂരുവിലേക്ക് എത്തിക്കുന്നത്. 10 മണിയോടുകൂടി എത്തിക്കുമെന്നായിരുന്നു നമുക്ക് ആദ്യം ലഭിച്ചിരുന്ന വിവരം. പക്ഷേ ഇപ്പോഴിതാ 10:30 ആയിട്ടുണ്ട്. എങ്ങനെയാണ് അവിടെയുള്ള സജ്ജീകരണങ്ങളും മറ്റും? അതെ ഭദ്ര, ഞാനിപ്പോൾ നിൽക്കുന്നത് മംഗലാപുരത്തെ ഈ AJ ഹോസ്പിറ്റലിലാണ്. ഇവിടെയാണ് ഈ കപ്പലപകടത്തിൽ പരിക്കേറ്റ 5 പേരെ എത്തിക്കുന്നത്. ഇതിൽ നമുക്ക് കിട്ടിയ അതായത് ഈ ആശുപത്രിയിലെ PRO നമ്മളെ അനൗദ്യോഗികമായി അറിയിച്ചത്, അതായത് ഷിപ്പിംഗ് കമ്പനി 4 പേർക്കാണ് ഇവിടെ ചികിത്സക്കായി ബുക്കിംഗ് ചെയ്തിരിക്കുന്നത്. ഒരാൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ള 5 പേർക്ക്, അതിൽ ഒരാളെ ഇപ്പോഴും വ്യക്തതയില്ല എവിടെയാണ് ചികിത്സ നൽകുന്നത് എന്ന കാര്യത്തെക്കുറിച്ച്. മൊത്തം 18 പേരാണ് ഇപ്പോൾ INS സൂറത്തിലുള്ളത്. ഇതിൽ 8 ചൈനക്കാരും 4 തായ്വാൻകാരും 4 ബർമ്മക്കാരും 2 ഇന്തോനേഷ്യക്കാരാണ് ഉൾപ്പെടുന്നത്. ഇതിൽ 5 പേർക്കാണ് പരിക്കേറ്റത്. എല്ലാവിധ വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കാൻ ഇവിടെ സജ്ജമാണ്. നേരത്തെ തന്നെ അതായത് 10 മണിയോടെ തന്നെ 2 ആംബുലൻസുകളും ന്യൂ മാംഗ്ലൂർ പോർട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഏതാനും സമയങ്ങൾക്കകം ഇവിടെ എത്തും എന്നാണ് നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഈ ആംബുലൻസുകൾ ന്യൂ മാംഗ്ലൂർ പോർട്ടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ എപ്പോഴായിരിക്കും ഈ പരിക്കേറ്റവരെ ഈ മംഗലാപുരത്തെ AJ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരിക എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതയുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് വൈകാതെ തന്നെ നമുക്ക് ലഭിച്ച പ്രസ് റിലീസ് പ്രകാരം രാത്രി 10 മണിയോടുകൂടി തന്നെ ഈ പരിക്കേറ്റവരെ ഇങ്ങോട്ട് എത്തിക്കുമെന്നാണ്. പക്ഷെങ്കിൽ എപ്പോഴാണ് ഈ ഷിപ്പ് നിലവിൽ പോർട്ടിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഏതായാലും നിലവിൽ 5 പേർക്കാണ് പരിക്കേറ്റത്. ഈ PRO പറഞ്ഞിരിക്കുന്ന പ്രകാരം 4 പേരെ ഇവിടെ ഷിപ്പിംഗ് കമ്പനി ബുക്ക് ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ട വിദഗ്ധ ചികിത്സ നൽകുവാൻ എല്ലാവിധ തയ്യാറെടുപ്പും സജ്ജമായിട്ടുണ്ട്. ഈ പരിക്കേറ്റവരൊക്കെ വിദേശ പൗരന്മാരായതുകൊണ്ട് അവരെ ഇങ്ങോട്ടേക്ക് വിസ പ്രശ്നങ്ങളൊക്കെ അതിനൊക്കെ താമസം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും പെട്ടെന്ന് തന്നെ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള എല്ലാവിധ അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഏത് നിമിഷവും ഇങ്ങോട്ടേക്ക് എത്തും എന്നതാണ്. നമ്മളിപ്പോൾ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ AJ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻറ്ററിൻ്റെ എമർജൻസി വാർഡിലാണ്. ഇവിടേക്കായിരിക്കും അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. ഏതായാലും നമ്മൾ ഇവിടെ പ്രതീക്ഷിക്കുന്നത് വൈകാതെ തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നതാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഭദ്ര. അതായത് ചേതനിപ്പോൾ സൂചിപ്പിച്ചത് അവരുടെ എമിഗ്രേഷൻ നടപടികളടക്കം പൂർത്തീകരിച്ചു എന്നാണോ? അതെ, നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് എമർജൻസി പെട്ടെന്ന് തന്നെ ഇത്തരം അടിയന്തര വൈദ്യസഹായം തേടേണ്ടത് കൊണ്ട് തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ സാങ്കേതിക നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചു. പക്ഷേങ്കിൽ നമുക്കിപ്പോഴും ഒരു കാര്യത്തിൽ വ്യക്തത വരുത്താറുണ്ട്. അതായത് ഈ INS സൂറത്ത് കപ്പൽ എവിടെ എത്തി എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും ഇതിൻ്റെ പോർട്ടിൻ്റെ അതിൻ്റെ തലവനെ, അതായത് ചെയർമാനെ വിളിച്ചിരുന്നു. പക്ഷേങ്കിൽ അത്തരം ചില കാര്യങ്ങളൊന്നും പറയുവാൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ് അദ്ദേഹം ഫോണിലൂടെ അറിയിച്ചത്. ഏതായാലും ഇവിടെ ചികിത്സ നമുക്കറിയാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് AJ ഹോസ്പിറ്റലാണ്. മംഗലാപുരത്ത് തന്നെ ഏറ്റവും ഈ പൊള്ളൽ ചികിത്സക്ക് ഫേമസ് ആയ ഒരു ഹോസ്പിറ്റലാണ് ഈ AJ ഹോസ്പിറ്റൽ. ഇങ്ങോട്ടേക്കാണ് ഈ പരിക്കേറ്റ 5 പേരെയും കൊണ്ടുവരുന്നത്. മൊത്തം 18 പേരാണ് INS സൂറത്ത് കപ്പലിൽ ഉള്ളത്. ഇവരെ ഇവരിൽ 5 പേരെ കുറച്ച്, അതായത് ബാക്കി പേരെ പ്രാഥമിക മറ്റു പരിക്കുകളൊന്നുമില്ല. ഇവർ ആരോഗ്യപരമായി സുരക്ഷിതരാണ് എന്നാണ് നമ്മൾ ലഭിക്കുന്നത്. ഇവരുടെ താമസ കാര്യങ്ങളടക്കം
വരും മണിക്കൂറുകൾ കൂടുതൽ നമുക്ക് വ്യക്തത കൈവരിക്കാനാകും. ഏതായാലും നിലവിൽ ഇപ്പോൾ ഇവിടെ ഈ ആശുപത്രിയിലെ PRO പറഞ്ഞതനുസരിച്ച് ഈ 5 പേരിൽ 4 പേരെയായിരിക്കും ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നതാണ്. ആ പരിക്കേറ്റ ഒരാളെ എവിടേക്ക് കൊണ്ടുപോകും എന്ന കാര്യങ്ങളൊക്കെ വ്യക്തത വരുത്താണ്ട് നമ്മൾ പ്രതീക്ഷിച്ച ഒരുപക്ഷെ ഈ പരിക്കേറ്റ 5 പേരെയും ഈ AJ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് നമ്മളിപ്പോൾ നിലവിൽ കാണുന്നത്. ഏതായാലും ഈ പോർട്ടിലായിരിക്കും ഈ INS സൂറത്ത് എത്തുക. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 5 കിലോമീറ്റർ ഉണ്ട്. ഇതിന് വേണ്ടിയിട്ടുള്ള ആംബുലൻസ് കാര്യങ്ങളടക്കം തയ്യാറാക്കിയിട്ടുണ്ട്. ആംബുലൻസ് ഈ പോർട്ടിൽ ഇവർ എത്തിയാൽ നിമിഷങ്ങൾക്കകം, നമ്മൾ പ്രതീക്ഷിക്കുന്നത് 5 മിനിറ്റിനകം തന്നെ ഈ ഹോസ്പിറ്റലിൽ ഈ ആംബുലൻസിന് എത്തിച്ചേരാൻ സാധിക്കും. ഈ പോർട്ടിൽ ഈ ആംബുലൻസിന് എത്തിച്ചേരാൻ സാധിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇപ്പോഴും വൈകുകയാണ്. നമുക്ക് ലഭിച്ച ഭദ്ര നേരത്തെ സൂചിപ്പിച്ച പോലെ 10 മണിക്ക് ഈ INS സൂറത്ത് എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. നമ്മളിപ്പോഴും അവരെ പ്രതീക്ഷിച്ച് ഇവിടെ നിൽക്കുകയാണ്. ഭദ്ര. ചേതൻ, അതുപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകരടക്കം നേരത്തെ കമൻറ്റുകളിൽ ചോദിച്ചൊരു ചോദ്യമുണ്ടായിരുന്നു. അതായത് ഈ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും ഒക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടോ, ഈ 4 പേരെ കാണാതായവരിൽ ഇവരൊക്കെ പെടുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിലൊരു കൃത്യമായ അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പൊന്നും നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഒരു പക്ഷേ ഇന്നിപ്പോൾ ഈ 18 പേരെയും മംഗലാപുരത്ത് എത്തിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഇതിലൊരു തുടർ നീക്കങ്ങൾ അല്ലെങ്കിൽ വ്യക്തത വരികയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെയല്ലേ? അതായത് ആരൊക്കെയാണ് ഉള്ളത്, ഏത് രാജ്യക്കാരാണ് എന്ന കാര്യത്തിലൊക്കെ. അതെ ഭദ്ര, പക്ഷേ നമുക്ക് ലഭിച്ച വിവരപ്രകാരം ഈ 18 പേരിൽ 8 ചൈനക്കാരും 4 തായ്വാൻകാരും 4 മ്യാൻമർ സ്വദേശികളും 2 ഇന്തോനേഷ്യ സ്വദേശികളുമാണ് ഉള്ളത് എന്നാണ്. ഇവരിൽ എത്ര പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്, ഏത് രാജ്യത്തെ പൗരന്മാർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന കാര്യങ്ങളടക്കം വരും മണിക്കൂറിൽ മാത്രമേ പറയാൻ സാധിക്കൂ. ഇക്കാര്യത്തിൽ നമുക്ക് ചില ഊഹാപോഹങ്ങളിലേക്ക് പോയിട്ടൊന്നും കാര്യമില്ല. 2 രാജ്യങ്ങളൊക്കെ സംബന്ധിച്ച അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഉള്ള കാര്യമായതിനാൽ പ്രസ് റിലീസിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് കൂടുതൽ പറയാൻ സാധിക്കൂ. ഏതായാലും നാളെയോടകം തന്നെ ഈ ചിത്രം തെളിയുന്നതായിരിക്കും. ഈ പരിക്കേറ്റവരുടെ പേരും വിശദാംശങ്ങളും അതുപോലെ ഭദ്ര ചോദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിൽ ക്യാപ്റ്റനും മറ്റു ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വരും മണിക്കൂറുകളിൽ നാളെയോടകം തന്നെ അതിലൊരു വ്യക്തത വരുത്താൻ സാധിക്കും എന്നാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇവർക്ക് വേണ്ടിയുള്ള ചികിത്സക്കായിട്ടുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും ഈ ആശുപത്രി നിർവഹിച്ചിട്ടുണ്ട്. AJ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ പോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പൊള്ളൽ ചികിത്സയിൽ തന്നെ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും ഫേമസ് ആയ ഹോസ്പിറ്റലാണ് ഈ AJ ഹോസ്പിറ്റൽ. ഇവിടേക്കാണ് ഈ 4 പേരെയും ഹോസ്പിറ്റലിലെ PRO അറിയിച്ച പ്രകാരം 5-ൽ 4 പേരെയും ഇങ്ങോട്ടേക്കാണ് കൊണ്ടുവരിക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചാൽ 5-ൽ ഒരാൾ ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഈ 5 പേരും ഇങ്ങോട്ടേക്ക് തന്നെ ആകും എന്നാണ് പറയുന്നത്. പക്ഷേ PRO പറഞ്ഞിരിക്കുന്നത് ഷിപ്പിംഗ് കമ്പനി 4 പേരെയാണ് ഇങ്ങോട്ടേക്ക് അഡ്മിറ്റ് ചെയ്യാൻ ബുക്ക് ചെയ്തത് എന്നാണ് ഈ ഹോസ്പിറ്റലിലെ PRO അല്പസമയം അനൗദ്യോഗികമായി മാധ്യമങ്ങളോട് പറഞ്ഞത്. ഏതായാലും നമ്മൾ ഉടൻ തന്നെ അവർ വൈകാതെ ഇങ്ങോട്ട് എത്തിച്ചേരും എന്നാണ് നമ്മൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ഭദ്ര. യെസ് ചേതൻ, അങ്ങനെ തന്നെയാണ്. എത്രയും പെട്ടെന്ന് അവർ എത്തട്ടെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചേതൻ, നമുക്കറിയാം ഇവരൊക്കെ മറ്റ് പല രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർ കൂടിയാണ്. നേരത്തെ ചേതൻ പറഞ്ഞതുപോലെ എന്തായാലും ഇവരുടെ പ്രാഥമികമായിട്ടുള്ള ആ നടപടികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് എങ്കിൽ പോലും വരും ദിവസങ്ങളിൽ എത്ര ദിവസം ഇവർക്ക് ഇന്ത്യയിൽ തുടരാൻ കഴിയും എന്നൊരു കാര്യത്തിലൊക്കെ ചിലപ്പോൾ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ടാകാം. ആ ഒരു തരത്തിലേക്ക്, അതായത് ഇപ്പോൾ എന്തായാലും അവർക്ക് ചികിത്സ ഉറപ്പിക്കുക എന്നത് തന്നെയാണ് പ്രാഥമിക ലക്ഷ്യമെങ്കിലും അടുത്ത നടപടി എന്ന് പറയുന്നത് ഇവർ എത്ര ദിവസം ഇവർക്ക് ഇന്ത്യയിൽ തുടരാൻ സാധിക്കും എന്ന കാര്യത്തിലൊക്കെ അത് അവരുടെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെടേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ചേതൻ. തീർച്ചയായും ഭദ്ര, 18 പേർക്കാണ് ഇപ്പോൾ ഇതിൽ പരിക്കേറ്റിരിക്കുന്നത്. 4 പേരെ ഇപ്പോഴും അവർ കാണാമറിയത്താണ്. ഇപ്പോഴും അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. ഇന്നത്തെ തെരച്ചിലാണ് അവസാനിച്ചത്. നാളെയും ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നതായിരിക്കും. ഇവരാരാണ്, എന്താണ് ഇവരുടെ പേരുകളും മറ്റ് വിശദാംശങ്ങളും വൈകാതെ തന്നെ പുറത്തു വരും. കാരണം ഇപ്പോൾ അവരെത്തും. ചിലപ്പോൾ ഒരുപക്ഷെ കൂടുതൽ
കാര്യങ്ങൾ അവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ചെയ്യുന്നുണ്ട്. ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കപ്പലിനൊക്കെ എന്ത് സംഭവിച്ചു, ഇവർക്ക് എത്ര ദിവസം ഇവിടെ തുടരാൻ സാധിക്കും? കാരണം 18 പേരാണ് മൊത്തം പരിക്കേറ്റത്. 18 പേരാണ് ഈ INS സൂറത്തിൽ ഉള്ളത്. ഇതിൽ 5 പേർക്കാണ് പരിക്കേറ്റത്. ബാക്കി പേരെ വൈകാതെ തന്നെ ഡീപ്പോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളടക്കം ബന്ധപ്പെട്ട രാജ്യങ്ങളുമായി എംബസി അധികൃതർ തീരുമാനിച്ചുകൊണ്ട് നടപ്പാക്കേണ്ട കാര്യങ്ങളുണ്ട്. ഏതായാലും ഈ 18 പേരിൽ ഈ 5 പേരെ ഒഴിച്ച് മറ്റുള്ളവരെ അവർക്ക് മറ്റ് പരിക്കുകളൊന്നും ഇല്ല, അവർ സുരക്ഷിതരാണ്, ആരോഗ്യപരമായി സുരക്ഷിതരാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവരുടെ ഈ എംബസിയുമായി ബന്ധപ്പെട്ട് വൈകാതെ തന്നെ ഇവർ അതത് രാജ്യങ്ങളിലേക്ക് പറഞ്ഞുവിടുവാനുള്ള കയറ്റിവിടുവാനുള്ള നടപടിക്രമങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കും. അത് വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തത വരികയുള്ളൂ. മറ്റൊരു കാര്യം കൂടി അന്വേഷിക്കാനുള്ളത് ഈ കപ്പൽ മുങ്ങുവാനുള്ള ഈ കപ്പൽ ഇത്തരത്തിൽ തീപിടിക്കാനുള്ള സാഹചര്യം വിലയിരുത്തേണ്ടത്. അതിനൊക്കെ വരും മണിക്കൂറുകൾ ബന്ധപ്പെട്ട അധികൃതർ അതുമായി അന്വേഷണമായി മുന്നോട്ട് പോകുമെന്ന്, മറ്റ് നഷ്ടപരിഹാരം മറ്റു കാര്യങ്ങളൊക്കെ അടക്കം വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തത കൈവരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ AJ ഹോസ്പിറ്റലാണ്. വൈകാതെ തന്നെ ഈ പരിക്കേറ്റ ഈ 5 പേർ ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെങ്കിൽ PRO പറഞ്ഞതിൽ ചില വ്യക്തത കുറവുണ്ട്. 4 പേരെ മാത്രമാണ് ഈ കപ്പൽ കമ്പനി ബുക്ക് ചെയ്തിട്ടുള്ളത് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഏതായാലും ഈ ഏതാനും നിമിഷത്തിനകം ഈ പോർട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 5 കിലോമീറ്ററാണ്. ഈ ആംബുലൻസ് ഒക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ 5 മിനിറ്റിനകം തന്നെ ഇങ്ങോട്ടേക്ക് എത്തും എന്നാണ് കാണുന്നത്. ഏതായാലും ഈ രണ്ട് ആംബുലൻസുകൾ ഈ AJ ഹോസ്പിറ്റലിൽ നിന്ന് അരമണിക്കൂർ മുമ്പ് അങ്ങോട്ട് ഈ പോർട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അവർ പോർട്ടിൻ്റെ അകത്തേക്ക് ആംബുലൻസ് പ്രവേശിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഒരു പക്ഷേ INS സൂറത്ത് ഈ പോർട്ടിൽ എത്തിയാൽ 5 മിനിറ്റിനകം തന്നെ ഈ പരിക്കേറ്റ 5 പേരെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നാണ് നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ അവരെയും പ്രതീക്ഷിച്ച് ഇവിടെ നിൽക്കുകയാണ്. ഭദ്ര. ശരി ചേതൻ, എന്തായാലും ചേതനിലേക്ക് നമുക്ക് വളരെ വേഗം തന്നെ തിരിച്ചെത്താം.